സന്നിധാനത്ത് അരവണ ക്ഷാമത്തെ തുടർന്ന് അരവണ വിൽപ്പനയ്ക്കുള്ള നിയന്ത്രണം തുടരും. നിലവിൽ ഒരാൾക്ക് 20 ടിൻ അരവണ വീതമാണ് നൽകുന്നത്. മണ്ഡലപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുമ്പോൾ കൂടുതൽ അരവണ ഉൽപ്പാദനത്തിനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഒരാൾക്ക് 20 ടിൻ അരവണ നൽകുന്ന തീരുമാനം തുടരുന്നതിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. എല്ലാവർക്കും അരവണ ലഭ്യമാക്കുന്നതിനായാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണം അയ്യപ്പന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തോന്നുന്നില്ല എന്ന് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് ശേഷം 27-ന് നടയടച്ചാൽ 3 ദിവസം കഴിഞ്ഞാണ് തുറക്കുക. ഈ സമയത്ത് കൂടുതൽ അരവണ ഉൽപ്പാദിപ്പിച്ച് കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനാകും. തീർത്ഥാടന കാലത്തിന്റെ ആദ്യ ആഴ്ചയിൽ അരവണ വിൽപ്പനയിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളില്ലായിരുന്നു. 45 ലക്ഷം അരവണ കരുതൽ ശേഖരമായാണ് ഈ വർഷത്തെ തീർത്ഥാടനകാലം ആരംഭിച്ചത്. എന്നാൽ അത്യപൂർവപൂർവമായ അരവണ വിൽപ്പനയാണ് ഉണ്ടായത്. 3.5 ലക്ഷം ടിൻ അരവണ വിൽപ്പനയാണ് ഒരു ദിവസം പ്രതീക്ഷിച്ചതെങ്കിലും ശരാശരി 4.5 ലക്ഷം അരവണയാണ് വിറ്റത്. ഇത് കരുതൽ ശേഖരം പെട്ടെന്ന് ശോഷിക്കുന്നതിന് കാരണമായി. നിലവിൽ 10 ലക്ഷത്തിലധികം അരവണ ടിന്നുകൾ കരുതൽ ശേഖരമായി ഉണ്ട്. മണ്ഡലപൂജ അടുക്കുന്ന സാഹചര്യത്തിലുണ്ടാകാവുന്ന ഭക്തരുടെ എണ്ണത്തിലെ വർധന കണക്കിലെടുത്താണ് നിലവിലെ ക്രമീകരണം. അരവണ ഉൽപ്പാദനം ഇനിയും വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇപ്പോൾ 3 ലക്ഷം അരവണയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 1 ലക്ഷം കരുതൽ ശേഖരത്തിൽ നിന്നും എടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.